പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഈ പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഈരടി ഉണ്ടല്ലോ, അത് വിചാരിച്ചാൽ മതി. ഫ്ലാഷ് ബാക്ക്. ഇതിനകത്തൊരു തമാശ ഉണ്ട്, ഒരുപക്ഷെ ആരും ശ്രദ്ധിച്ചു കാണില്ല. അതായത് VS അച്യുതാനന്ദൻ വാദിയായിട്ട് കൊടുത്തിരിക്കുന്ന കേസിലെ പ്രതിയാണ്, ഒന്നാം പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി വാദിക്കും പ്രതിക്കും, ഒരു ക്രിമിനൽ കേസിലെ വാദിക്കും പ്രതിക്കും ഒരേ സമയം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ അംഗീകാരങ്ങൾ, ഒരു സാമൂഹ്യ അംഗീകാരങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ പത്മഭൂഷൺ കൊടുത്തു തുടങ്ങിയ കാലത്തുനിന്ന് ഇന്നേ വരെ അതിന്റെ ചട്ടം നോക്കിയാൽ കാണുമെന്ന് തോന്നില്ല. പിന്നെ ഉണ്ട് റെക്കോർഡ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇന്നേ വരെ അതിന്റെ ചട്ടം നോക്കിയാൽ കാണുമെന്ന് തോന്നില്ല. പിന്നെ ഉണ്ട് റെക്കോർഡ്. 124 126 എന്റെ കണക്കിൽപ്പെട്ടിടത്തോളം ഏതാണ്ട് 126 കേസുകളിൽ മിസ്റ്റർ നടേശൻ പ്രതിയാണ്. 166, പിന്നെ മഹേശൻ മരിച്ച സംഗതി വരുമ്പോൾ 127 ആവും. അങ്ങനെ ഒരു 127 കേസിൽ പ്രതിയായിട്ട് കേരളത്തില് നിലനിൽക്കുന്ന നമ്മുടെ കോടതികളിലേക്ക് എത്താൻ ഭാഗമായി കിടക്കുന്ന കേസുകളിൽ പ്രതിയായിട്ടുള്ള മനുഷ്യനെ ആണ് പത്മഭൂഷൺ കൊടുത്തിരിക്കുന്നത്. അതും ഒരു റെക്കോർഡായിരിക്കും. ഇത്രയും കേസിൽ പ്രതിയാകാൻ യോഗ്യമുള്ള ആള്, യോഗ്യം കിട്ടിയ ആളിന് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും പത്മഭൂഷണോ പത്മവിഭൂഷണോ ഒക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. SNDP യോഗത്തിൽ അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം നല്ല കുറവാണ്. അവിടെ ഇപ്പോൾ ഈ വാഴപ്പണ്ടിയിൽ തീർത്ത നട്ടെല്ലുകളുമായിട്ട് നടക്കുന്ന കുറെ അധികം പേരുണ്ട്. പിന്നെ വളരെ അപൂർവമായിട്ട് നട്ടെല്ല് നിവർത്തി നിന്ന് അഭിപ്രായം പറയാനായിട്ട് മെനക്കെടുന്ന ആളുകൾ അതിനകത്ത് ഇപ്പോൾ ഉള്ളൂ. അഭിപ്രായം ഉള്ളവരുണ്ടാകാം, പക്ഷേ അഭിപ്രായം പരസ്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് മെനക്കെടുന്നവരുടെ എണ്ണം തീരെ കുറവാണ്. അതാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ഭരണത്തിന്റെ ഒരു തന്ത്രം. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം.